എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണ വിപണിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അന്താരാഷ്ട്ര വിപണിയിലെ കഴിഞ്ഞ ആഴ്ച സ്വർണ്ണത്തിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ട്രോയ് ഔൺസിന് $234.7 വർദ്ധിച്ച് വില $5000 തിരിച്ചെത്തി. ഇതോടെ ഈ ആഴ്ച സ്വർണ്ണ വിപണിയിൽ എന്ത് സംഭവിക്കുമെന്നാണ് നിക്ഷേപകരും ആഭരണ പ്രേമികളും ഉറ്റുനോക്കുന്നത്. US GDP, PMI, നോൺ ഫോം പെറോൾ, പണപ്പെരുപ്പ കണക്കുകൾ എന്നിവയ്ക്ക് പുറമെ ചൈന, ജർമ്മനി, ഇന്ത്യ എന്നിവിടങ്ങളിലെ പണപ്പെരുപ്പ റിപ്പോർട്ടുകളും ഇനിയുള്ള ദിവസങ്ങളിലെ സ്വർണ്ണ വിലയിൽ നിർണായകമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സമയക്രമം സംബന്ധിച്ച് US ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥർ നടത്താനിരുന്ന പ്രസംഗങ്ങളും നിക്ഷേപകർ ഉറ്റുനോക്കുകയാണ്. പ്രധാനമായിട്ടും ഡോളറിന്റെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവ്, ഫെഡ് പ്രതീക്ഷകളിലെ മാറ്റങ്ങൾ, കനത്ത ലാഭമെടുപ്പ് എന്നിവ കാരണം പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ തിരുത്തലാണ് സ്വർണ്ണവിലയിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചിരിക്കുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള പിരിമുറുക്കം ലഘൂകരിച്ചതും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ചർച്ചകളിലെ പുരോഗതിയും US സർക്കാർ പ്രവർത്തന സ്തംഭമായിട്ടുള്ള സാധ്യത കുറഞ്ഞതും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിലുള്ള സ്വർണത്തിന്റെ പെരുമ കുറഞ്ഞിരിക്കുകയാണ്. കെവിൻ വാഷിനെ അടുത്ത US ഫെഡ് ചെയർമാനായിട്ട് നാമനിർദ്ദേശം ചെയ്യുന്നതും നിക്ഷേപകരെ സ്വർണത്തിൽ നിന്ന് അകറ്റിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇനിയും സ്വർണം ഉയർന്നു നിൽക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് ചില സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വർണ്ണവില കഴിഞ്ഞ മാസം $5600 എന്ന റെക്കോർഡ് ഉയരം തൊട്ടിരുന്നു. ഈ വർഷം ഒരുപക്ഷെ $6000 വരെ സ്വർണ്ണവില തൊട്ടേക്കുമെന്നാണ് പ്രവചനങ്ങൾ. $6600 വരെ വില ഉയർന്നാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം സ്വർണത്തിൽ നിന്ന് വിപരീതമായിട്ട് വെള്ളി വിലയിൽ കനത്ത ഇടിവിനുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജനുവരി 30-ന് $121 എന്ന സർവകാല റെക്കോർഡിലെത്തിയ വെള്ളി പിന്നീട് സമീപ ദിവസങ്ങളിൽ താഴേക്ക് വീണിരുന്നു. നിലവിൽ $64 താഴെയാണ് വ്യാപാരം നടക്കുന്നത്. ഇനിയും വില താഴേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കഴിഞ്ഞ ആഴ്ച നേരിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഏകദേശം $2600 പവന് വില ഇടിഞ്ഞു. ആഗോള വിപണിയിൽ വില ഉയർന്നാൽ കേരളത്തിലും സ്വർണ്ണവില പിടിച്ചാൽ കിട്ടുന്നതല്ല. ഒരുപക്ഷെ കേരളത്തിലും സ്വർണത്തിന്റെ വില 1.5 ലക്ഷം വരെ പവൻ വില ഉയരുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.